ഹായ് ഹലോ, ഇന്ന് ഞാനൊരു ഡോർമാറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ കോള് വന്നപ്പോൾ പിന്നെ എന്താ വെച്ചാൽ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താണ് ഡോർമാറ്റിൻ്റെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെട്ടുന്ന സമയത്ത് എന്നോട് എല്ലാവരും ചോദിക്കും, ഞാൻ ഡോർമാറ്റിൻ്റെ വീഡിയോ ഇടും. അന്ന് എനിക്ക് വീഡിയോ ഇടാനോ എഡിറ്റ് ചെയ്യാനൊന്നും അറിഞ്ഞിരുന്നില്ല. വെറുതെ ഇങ്ങനെ ഫോട്ടോ എടുക്കും, എന്നിട്ട് അതിങ്ങനെ എഡിറ്റ് ഒന്നും ചെയ്യാണ്ട് വെറുതെ സ്റ്റാറ്റസ് വെക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ അപ്പോൾ ഒന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളോ അപാധകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ആദ്യം തന്നെ പറയുകയാണ്. കാരണം ഫുള്ളായിട്ട് ക്ലിയർ ആവുമെന്നോ വോയിസ് ഓവർ ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് കുറേ പരിശ്രമത്തിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ അപ്പോൾ അതിങ്ങനൊരു ഞാൻ 17 ഇഞ്ച് വീതി, 17 ഇഞ്ച് നീളം, 8 ഇഞ്ച് വീതി അങ്ങനെയാണ് എടുക്കുന്നത്. ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അളവ് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്താ പറയുക, നമ്മളെ വീട്ടിലത്തെ ഡോർമാറ്റ് എടുത്തിട്ട് അതിൻ്റെ അളവിന് അടിച്ചാൽ മതി. ചെറിയ ചെറിയ കട്ട് പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചൊരു പാത്രത്തിലാക്കി അങ്ങനെ വെക്കുക. അത് നമുക്ക് അടിക്കാൻ എളുപ്പമുണ്ടാവും. തികയില്ലാന്ന് വിചാരിച്ചിട്ട് എടുത്താൽ കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഇത് അടിച്ച് വെച്ച തുണികളാണ്. ഇതിൻ്റെ അടിയിൽ നമുക്കൊന്നും ലൈനിങ് കൊടുത്താൽ പഴയ നൈറ്റിയുടെ തുണികൾ അങ്ങനെ ചെയ്യാം. അതുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ പാൻറ്റ് പീസിൻ്റെ അത് ടൈലർ ഷോപ്പുകളിൽ നിന്ന് കിട്ടുമ്പോഴേ അത് ചെറിയ ചെറിയ തുണ്ടകളാവും. അത് ഏക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ജോയിൻ്റ് ചെയ്തിട്ട് അങ്ങനെ അടിക്കും. ചിലപ്പോൾ ഓരോ പീസിനുള്ളതൊക്കെ കിട്ടും. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നിങ്ങൾ ക്രോസായിട്ട് എച്ച് ഇട്ടിട്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ 2 പീസും കൂടി വെച്ചിട്ട് ബോൾ പിന്ന് കുത്തി കൊടുത്തിട്ട് ഇതേപോലെ ഇതിന് നോക്കിയാൽ മനസ്സിലാവും. ഞാനും ഇങ്ങനെ തന്നെ കേട്ടോ പഠിച്ചത്. അപ്പോൾ ആ ഒരു ലൈറ്റ് കളർ തുണി പോണത് ഏത് വഴിക്കാണ് റൗണ്ടായിട്ട് പോകുമ്പോൾ ആ റൗണ്ട് കൂടെ നമ്മൾ ഓരോ ഭാഗം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആ പീസിനനുസരിച്ച നീളത്തിലുള്ള തുണികൾ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അടിച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്താൽ മതി. ബാക്കി മനസ്സിലാവണുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ഇതേപോലെയുള്ള വീഡിയോസ് കണ്ടിട്ട് ചെയ്തതാണ്. അല്ല ഞാൻ അതിന് ക്ലാസ്സിന് പോയിട്ടോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോയിട്ടോ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ട്രെയിനിങ് ഉണ്ടായിരുന്നോന്ന്. ഒന്നുമില്ല. ഇങ്ങനെ പല മോഡൽ. പിന്നെ ഡോർമാറ്റിൻ്റെ ഒരു സംഭവം എന്താ വെച്ചെങ്കിൽ നമ്മൾ എങ്ങനെ അടിച്ച് വെച്ചാലും ഡോർമാറ്റാവും. നമ്മൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാനല്ലേ. 100 രൂപ കൊടുത്ത് 4 കിട്ടും. ഇതൊന്നും ഇപ്പോൾ പണിയെടുക്കണ്ടെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതിൽക്കൊക്കെ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റണം കേട്ടോ. ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പല മോഡലിലും സ്റ്റിച്ച് ചെയ്തിട്ട് ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിന് നിന്നിട്ടില്ല. കുറച്ചും കൂടി ഉണ്ട് സെയിൽ ചെയ്യണമെങ്കിലും. ഇതിനെ അടിച്ചുണ്ടാക്കണം. തുണികളിങ്ങനെ കെട്ടുമ്പോൾ കൊടുന്ന് വെക്കും. ചിലപ്പോൾ ഒരു ഭ്രാന്തിന് അങ്ങനെ ഇരുന്ന് അടിക്കും കുറേ. അങ്ങനെ മനസ്സിലാവണുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കണ്ടാൽ തന്നെ എന്താ എളുപ്പമല്ലേ. എളുപ്പമുള്ളതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. കാരണം എളുപ്പമുള്ളത് ടഫുള്ളത് നമ്മൾ ആദ്യം ചെയ്തിട്ട് കാര്യമല്ലോ. അപ്പോൾ ഈ റെഡ് പീസ് ഏത് വഴിക്കാണ് പോകണമെന്ന് വെച്ചാൽ ആ ഭാഗത്തുനിന്ന് നമ്മൾ പീസ് വെച്ച് കഴിഞ്ഞുണ്ടോ, ഒരു പീസ് വെച്ച് അങ്ങനെ ഒന്നുകൊണ്ട് തിരിക്കുക. അപ്പോൾ ആ അറ്റം മുതലാണ് നമ്മൾ പിന്നെ തുടങ്ങേണ്ടത്. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. എളുപ്പമാണ്. നമ്മൾ പടിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ മാറ്റി മറിച്ച് വെക്കും, സ്റ്റിച്ചായിരിക്കും, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയേണ്ടിയൊക്കെ വരും. കാരണം ഫസ്റ്റ് ടൈം നമുക്കത് അറിയില്ല. ഇതെങ്ങനെയാണ് ഒരു അന്തം കിട്ടില്ല. വീഡിയോ പിന്നെയും കണ്ടിട്ടാവും ചിലപ്പോൾ മനസ്സിലാവുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്യാനും പഠിക്കാനും ഒക്കെ അതൊരു കഴിവാണ്. എല്ലാവർക്കും എൻ്റെ മോള് പറയുമ്പോൾ എല്ലാവർക്കും ആ ഒരു കഴിവ് കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ യൂട്യൂബിൽ ഓൺലൈനായിട്ട് എത്ര ക്ലാസ് കേട്ടാലും നമുക്ക് മനസ്സിലാവില്ലല്ലോ. ഡയറക്റ്റായിട്ടൊരു ടീച്ചർ നമുക്ക് വന്നിട്ട് പഠിപ്പിച്ച് തരുമ്പോൾ നമുക്ക് വേഗം മണ്ടയിൽ കയറും. ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ അത് മനസ്സിലാവില്ല. അതുപോലെയാണ് ഇതും. ചിലപ്പോൾ ഒരു വരിയോ 2 ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗം ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. ഫുൾ ലാസ്റ്റ് എത്തിയിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. 2 or 3 പീസിനുള്ള ഗ്യാപ്പ് ഉള്ളു ചെയ്യും മാത്രം അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഡോർമാറ്റിൻ്റെ മോഡൽ മാറി വരും, വേറെ മോഡലായി വരുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ലാസ്റ്റ് 2 or 3 പീസ് വെക്കാനുള്ളൂ ചെയ്യും നമുക്കങ്ങനെ ആ ഭാഗം ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
ഇത് എങ്ങനെ വെച്ചാലും അറ്റം മുതൽ ഫസ്റ്റ് മുതൽ ഓരോ വീതിയിൽ ഈ വീതിയിൽ പീസ് വെച്ചിട്ട് അങ്ങനെ അടുക്കിയിട്ട് അടിച്ച് പോയാലും ഡോർമാറ്റാവും. എങ്ങനെ ആണെങ്കിലും എങ്ങനെ അടിച്ചാലും ഡോർമാറ്റ് അത് ഭംഗി തന്നെ കാണണം. എനിക്ക് ഇങ്ങനെയൊന്നും അടിക്കാൻ അറിഞ്ഞിരുന്നില്ല ആദ്യമൊന്നും. ഞാൻ കുറേ തവണ ട്രൈ ചെയ്ത് ചിലപ്പോൾ അടിക്കുന്ന സമയത്ത് പല മിസ്റ്റേക്കുകളും വരും. അപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ പഠിച്ചെടുത്തു. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഈ ഒരു ഡോർമാറ്റ് അടിക്കുന്നത്. ഞാൻ ബാക്കിലേക്ക് മറിച്ചിട്ട് തിരിച്ചിട്ടിട്ട് ആ പാൻറ്റ് പീസിൻ്റെ ബാക്കി വരുന്ന ആ തുൻപുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് തുണി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം വേണ്ട ഈ കോട്ടൻ്റെ തുണി നിർബന്ധം കേട്ടോ അടിയിലിടുന്നത്. അപ്പോൾ ഈ ടൈലർ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന തുണികളിൽ ചെറിയ ചെറിയ കട്ട് പീസുകളാവും. കാരണം കൈ അയച്ചതും മാക്സിയുടെ നൈറ്റികൾ അടി വെട്ടി അടിച്ചതും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ജോയിൻ്റ് ചെയ്ത് കുറച്ച് കട്ടിൽ 2 പീസ് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിറച്ച് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അടിയിലത്തെ തുണി ചുളിവ് വരാതെ ചെയ്യണം കേട്ടോ. അടിയിലാണ് നമുക്ക് വരിക. ഇത് ഡോർമാറ്റിൻ്റെ ഉള്ളിൽ പോകും. ഈ റോസ് പീസ് ഡോർമാറ്റിൻ്റെ ഉള്ളിൽ പോകും, അത് നമുക്ക് കാണില്ല. പക്ഷെ അടിയിലാണ് നമുക്ക് ചുളിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോർമാറ്റിന് ആ ഒരു ആദ്യം നമ്മൾ അടിച്ച് വെച്ചൊരു ഇതില്ലേ അതുമായിട്ട് കറക്റ്റ് അളവ് വരില്ല. പിന്നെ നമ്മളത് കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ ഇതിങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ നമ്മൾ എങ്ങനെ കല്ലുമ്മട്ട് തച്ച് തിരുമ്പിയാലും ബ്രഷ് ഇട്ട് വരതിയാലും ഒന്നും ഇതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ കട്ട് പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. തുണി കയറിയെന്ന് വരും, പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഇതൊന്നും ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ. എനിക്ക് അറിഞ്ഞിരുന്നതും ഇല്ല. പിന്നെ നമ്മൾ മെഷീൻ ഇതിങ്ങനെ ചെറിയ മെഷീനത്തുമ്പോൾ നമ്മൾ ഓവറായിട്ട് കട്ടി വേണം. അടിയിൽ കോട്ടൺ പീസ് എന്നിട്ട് ആ രണ്ടും കൂടി ഒന്നിച്ച് വെക്കുക. നമ്മൾ ബോൾ പിന്നുകൾ നിറച്ച് കുത്തിയിട്ട് 4 പുറം അങ്ങനെ കുത്തി വെച്ചാൽ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാം. എന്നിട്ട് പിന്നീടും വരും അതിൽ ബാക്കി പുറത്തായിട്ട് നിൽക്കുന്ന തുണികൾ നമ്മളത് കട്ട് ചെയ്ത് കളയേണ്ടി വരും. 4 പുറം ഇങ്ങനെ ബോൾ പിന്ന് കുത്തി വെച്ചിട്ടുണ്ടോ ബാലൻസ് വരുന്ന തുണികൾ സ്ക്വയറായിട്ട് നല്ലോണം കട്ട് ചെയ്ത് കളയേണ്ടി വരും. എന്നാലാണ് ആ അളവ് നമുക്ക് കറക്റ്റ് ആവുള്ളൂ. അടിയിലത്തെ തുണി ചുളിവ് വന്നാൽ നമുക്ക് അടിയിലത്തെ തുണി കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഡോർമാറ്റിൻ്റെ അളവ് തെറ്റും. അപ്പോൾ ആ അളവ് തുണി ചുളിയാണ്ട് നോക്കണം. ഇനി അതിമേക്കൊരു 3 ഇഞ്ച് വീതിയിൽ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 പീസ് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 ഇഞ്ച് ഉണ്ട് കേട്ടോ, 3 ഇഞ്ചല്ലേ. അളവ് നോക്കണ പരിപാടിയൊന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ച് ഡോർമാറ്റിന്. അതെങ്ങനെ അടിച്ചാലും ഡോർമാറ്റ് ആവുമെന്നുള്ളൊരു നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അളവെടുക്കാത്തത്. മെയിനായിട്ട് അളവെടുക്കുന്ന ഒരു പരിപാടിയേ ഇല്ല. അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്കും. അങ്ങനെ നല്ല വീതി കമ്മിയിൽ അടിക്കണതാണ് നല്ലത്. പിന്നെ നമ്മൾ എന്താ വേണ്ടിച്ചെങ്കിൽ ഈ കരഭാഗത്തിട്ട് അടിക്കുന്ന സൈഡിൽ പൈപ്പിങ് ചെയ്യാൻ അടിക്കണത് തുണിയൊന്നും കട്ടിയുള്ളതാവുമ്പോൾ പെട്ടെന്ന് കീറിപ്പോവില്ല. ആ ഭാഗത്തേക്കാണ് നമ്മളെ ഡോർമാറ്റിന് അധികം പരിക്ക് വരുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ. കാരണം എല്ലാവരും ഞാൻ ആർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് കാണുമ്പോൾ 4 പുറങ്ങിനെ തൊളയായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ച് കട്ടിയുള്ള തുണി. നമ്മൾ ഈ അടിക്കുന്നതൊക്കെ പുതിയ തുണികളാട്ടോ. പഴയത് നമുക്ക് ടൈലർ ഷോപ്പിൽ നിന്ന് കിട്ടണില്ല. നമുക്ക് പഴയത് മേടിച്ചിട്ട് അടിക്കാം, എന്നാലും വീട്ടിൽ യൂസ് ചെയ്യണ്ട. പക്ഷെ പുതിയ നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ നല്ല തുണികളാണ് ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്നത്. നമ്മളത് കാശ് കൊടുത്ത് മേടിക്കണമെങ്കിൽ നല്ല എമൗണ്ടാണ്. ഞാൻ കടകളിൽ ചോദിച്ചിട്ടുള്ള അനുഭവം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കട്ട് പീസുകളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ. ഒരുപാട് യൂസ്ഫുള്ളാണ്. അങ്ങനെ നമ്മൾ 4 പുറം സ്റ്റിച്ച് ചെയ്യണം. ഈ 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ പുറത്ത് സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഫിനിഷിങ്ങിനും കാര്യങ്ങളും വേണം കൊടുക്കാൻ. എങ്ങനെയാണ് ഈ ഡോർമാറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കമൻറ്റ് ചെയ്യണം. നല്ല എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും ഞാൻ സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരാം. കാരണം കുറേ ഡൗട്ടുകൾ വരാണ്ട് ഇതിൽ. ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, അടിയിൽ ഇങ്ങനെ കൊടുക്കാം. പിന്നെ കുറച്ച് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞെന്താണെന്ന് പറയാം, ഇതിൽ വെള്ളം വലിയില്ല, മുകളിൽ പോളിസ്റ്ററാണെന്ന് എന്നോട് പറഞ്ഞു. അതെല്ലാം വെറുതെയാണ്. കാരണം അതെല്ലാം വെറുതെ കാണുന്നവർക്ക് തോന്നും കോട്ടനാകുമ്പോൾ എന്താ നമുക്ക് പെട്ടെന്ന് കീറിപ്പോവും, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു ഉപയോഗം ഒന്നും കൂടി പറഞ്ഞുതരാം. നമുക്ക് 2 സൈഡും ഇടാം. ഇനിയിപ്പോൾ നല്ലോണം മുഷിഞ്ഞു നനഞ്ഞു വന്നു അപ്പോഴൊക്കെ നമുക്ക് 2 പുറം തിരിച്ച് മറിച്ച് വിടാം. അങ്ങനെയൊക്കെയുള്ള യൂസ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക.